പഴയൊരു ഗ്രാമത്തിലെ കൊച്ചു വീടുകളിലൊന്നിൽ നിന്നാണ് ആ കഥയുടെ തുടക്കം. ആ ഗ്രാമത്തിലെ ഏറ്റവും മനോഹരമായ പുഴയുടെ തീരത്തായിരുന്നു ആ വീട്. അവിടുത്തെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയായിരുന്നു മീര. അവളുടെ കണ്ണുകളിലെ തിളക്കവും ചിരിയിലെ മനോഹാരിതയും ആരെയും ആകർഷിക്കുന്നതായിരുന്നു. ഒരു ദിവസം പട്ടണത്തിൽ നിന്ന് അവധിക്കാലം ആഘോഷിക്കാൻ രാഹുൽ എന്ന ചെറുപ്പക്കാരൻ ആ ഗ്രാമത്തിലെത്തി. മീരയുടെ പുഴയോരത്തെ വീടിനടുത്തുള്ള ഒരു വീട്ടിലായിരുന്നു അവന്റെ താമസം. ആദ്യ കാഴ്ചയിൽ തന്നെ രാഹുൽ മീരയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി. അവളുടെ പുഞ്ചിരിയും സംസാരവും അവനിൽ പ്രണയത്തിന്റെ വിത്തുകൾ പാകി. ഓരോ ദിവസവും രാഹുൽ മീരയെ കാണാൻ പുഴയോരത്തെത്തി. അവർ ഒരുപാട് സംസാരിച്ചു, സ്വപ്നങ്ങൾ പങ്കുവച്ചു, പരസ്പരം അറിഞ്ഞു. രാഹുലിന്റെ കവിതകളും പാട്ടുകളും മീരയുടെ മനസ്സിൽ പ്രണയത്തിന്റെ മഴ പെയ്യിച്ചു. അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ അടുത്തു. അവർ പ്രണയത്തിലായി. എന്നാൽ അവരുടെ പ്രണയം എളുപ്പമായിരുന്നില്ല. രാഹുൽ പട്ടണത്തിലേക്ക് തിരിച്ചു പോകേണ്ട സമയം അടുത്തു. ദൂരം അവരുടെ പ്രണയത്തിന് ഒരു വെല്ലുവിളിയായി. എന്നിരുന്നാലും അവരുടെ സ്നേഹം അതിരുകളില്ലാത്തതായിരുന്നു. അവർ കത്തുകളിലൂടെയും ഫോൺ കോളുകളിലൂടെയും തങ്ങളുടെ പ്രണയം കാത്തുസൂക്ഷിച്ചു. വർഷങ്ങൾ കടന്നുപോയി. അവരുടെ പ്രണയം കൂടുതൽ ദൃഢമായി. ഒടുവിൽ രാഹുൽ മീരയെ വിവാഹം കഴിക്കാൻ ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തി. പുഴയോരത്തെ ആ ചെറിയ വീട്ടിൽ അവരുടെ വിവാഹം നടന്നു. ആ ഗ്രാമം മുഴുവൻ അവരുടെ സന്തോഷത്തിൽ പങ്കുചേർന്നു. അവരുടെ പ്രണയം ഒരു ഇതിഹാസം പോലെ ആ ഗ്രാമത്തിൽ നിറഞ്ഞു നിന്നു. കാലങ്ങൾ കഴിഞ്ഞിട്ടും അവരുടെ സ്നേഹം കൂടുതൽ തിളക്കത്തോടെ നിലനിന്നു. പ്രണയത്തിന്റെ അനശ്വരമായ ഓർമ്മകൾ അവർക്ക് എന്നും കൂട്ടായിരുന്നു.